തമിഴ്നാട്ടില് കനത്ത മഴ തുടരുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത പ്രവചിക്കുന്നു കാലാവസ്ഥാ വകുപ്പ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 3 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. ചെന്നൈ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, തിരുവള്ളൂർ, വടക്കൻ തീരനഗരമായ കടലൂർ, നാഗപട്ടണം തുടങ്ങിയ മേഖലകളിലെല്ലാം വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. റോഡുകൾ പലതും വെള്ളത്തിനടിയിലായതിനാൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഫെങ്കൽ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും ഇന്ന് തമിഴ്നാട് തീരത്തെത്തുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അതിതീവ്ര മഴ പെയ്യുമെന്നും കിഴക്കൻ തീരത്ത് ശക്തമായ കാറ്റ് വീശുമെന്നും മുന്നറിയിപ്പുണ്ട്. കടലൂർ, മയിലാടുതുറൈ, കാരയ്ക്കൽ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുൻകരുതൽ നടപടികൾക്കായി മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. നാളെ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിലേക്കും NDRF, SDRF സംഘങ്ങളെ അയച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുച്ചിറപ്പള്ളി, രാമനാഥപുരം, കടലൂർ, മയിലാടുതുറൈ, നാഗപട്ടണം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.